ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് സ്റ്റോപ്പിലേക്ക് 50 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള ഒരു 4 BHK വീട്. ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. 3.3 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. 3.6 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് വരുന്നത്. സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് ആണുള്ളത്. ഈ ഭാഗത്തായിട്ട് ഏകദേശം 11 അടി വീതിയുള്ള ഒരു കാർ പാർക്കിംഗ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ എല്ലാം തന്നെ കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് പതിച്ചിരിക്കുന്നു. ഇവിടെയായിട്ട് വരുമ്പോൾ ഏകദേശം 18 അടി നീളവും 9 അടിയിലേറെ വീതിയുമുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് ലഭിക്കുന്നതാണ്. വീടിന്റെ ഫ്രണ്ടിൽ ഈ കോർണറിലായിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഇവിടെ ഏകദേശം 3 അടിയോളമാണ് സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകൾ പാകി ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 2.5 അടിയോളമാണ് ഇവിടെ സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 4 അടിയോളം സെറ്റ് ബാക്ക് ആണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. ഇപ്പോൾ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. ഏകദേശം 8 അടി നീളവും 4.5 അടി വീതിയുമാണ് സിറ്റ് ഔട്ടിനുള്ളത്. ഗ്രാനൈറ്റിലാണ് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഈ വീടിന്റെ പ്രധാന വാതിൽ വരുന്നത് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്. മഹാഗണിയിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഡോർ ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണുള്ളത്. ഏകദേശം 10.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് ബോക്സസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെടികളൊക്കെ വെക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലാണുള്ളത്. ഏകദേശം 16 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഡൈനിങ് സ്പേസിനുള്ളത്. ഒരു 12 സീറ്റുള്ള ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് ഇവിടെ നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും. ഡൈനിങ് റൂമിന്റെ ഈ കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് പെബിൾസ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വീടിന്റെ കിച്ചണിലാണുള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ഇതിന് പിന്നിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സ്ലാബ് എല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റൗവിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഏകദേശം 10 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ കിച്ചണിനുള്ളത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. ഏകദേശം 9 അടിയോളം നീളവും 7 അടി വീതിയുമുള്ള ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയായിട്ട് സിങ്ക് വെക്കാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 14.4 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ട് കബോർഡും കൊടുത്തിരിക്കുന്നു. മൾട്ടി വുഡിലാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മളിനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 12 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത കബോർഡും കാണാം.
ഇതാണ് ഈ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ മുകൾ ഭാഗത്തായിട്ട് പർഗോള ചെയ്ത് ഗ്ലാസ് ഇട്ടേക്കുന്നതിനാൽ നന്നായി സൂര്യപ്രകാശം ഈ ഭാഗത്തേക്ക് ലഭിക്കുന്നതാണ്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഏകദേശം 26 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ടൊരു TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 14 അടിയിലേറെ നീളവും 9.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത കബോർഡും കാണാം. നമ്മളിനി ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മളിനി ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 12.5 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത വലിയൊരു കബോർഡും കാണാം. നമ്മളിനി ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെയും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മളിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണുന്നത്. ഏകദേശം 11 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമുള്ള ഈ യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അതേപോലെ ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള ഒരു പോയിന്റും നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഏകദേശം 9 അടി നീളവും 6 അടി വീതിയുമുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെയുള്ളത്. ഈ ബാൽക്കണിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ഓപ്പൺ സ്പേസും നൽകിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് 50 മീറ്റർ, ആൽവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 3.4 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ, കാർമൽ ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്റർ. അതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസുകൾ. 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 67 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.